ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഷോർട്സിൽ ഞാനൊരു വീഡിയോ ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാനും എൻ്റെ അബ്രോഡിൽ നിന്ന് വന്ന ഫ്രണ്ടുമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാനായിട്ടാണ് ഇപ്പോൾ ഒരു ലെങ്തി വീഡിയോ ഞാൻ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. ആൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ മാർക്കുകൾ അവിടെ ഇവിടെ ആയിട്ട്, പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ല, നോർമൽ സർജറിയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ മാർക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. പിന്നെ ചിക്കൻ ബോക്സ് വന്നതിൻ്റെ മാർക്സ് ഉണ്ടായിരുന്നു. അതല്ല മെയിനായിട്ട് ആളുടെ ബോഡി ഫുള്ള് ഭയങ്കര ഹെയറാണ്. ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഹെയർ ഗ്രോത്ത് അല്ല, ഇത് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോ ഉണ്ട്. അത് നമുക്കൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള ഹെയർസ് അല്ലേ, എനിക്ക് ഒരു 3-4 ഹെയർ കൂട്ടി വെച്ചാൽ എത്ര ഉണ്ടാവും, അത്രത്തോളം കട്ടി ഉണ്ടാവും ഒരു ഹെയറിന്. അതുപോലെ ബോഡി ഫുള്ള് ഭയങ്കര ഹെയറാണ്, സ്കിന്നൊന്നും കാണാത്ത രീതിയിലുള്ള ഹെയറാണ്. അപ്പം അത് ലേസർ ചെയ്ത് റിമൂവ് ചെയ്യാനും കൂടിയിട്ടാണ് പോയത്. ഇത് കേൾക്കുമ്പോൾ നോർമലായിട്ടുള്ള ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത്, നോർമലി നമ്മളെല്ലാവർക്കും ചിരി വരും. എനിക്ക് ആദ്യം ഭയങ്കര ചിരി വരും, ഹെയർ ഇങ്ങനെ കളയുന്ന അല്ലെ ഹെയർ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ ഇതുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് സ്വെറ്റ് ആയാലോ അല്ലെങ്കിൽ അവർക്ക് കുളിക്കാനോ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നമ്മൾ കൈ കവർ ചെയ്തിട്ടുള്ള ഷർട്ട്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഷർട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ആൾക്ക് വന്നിട്ടുണ്ട്. ആള് സൈപ്രസിലാണ് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സെല് ചെയ്യുന്നവർക്ക് എത്രത്തോളം അവരാണ് മോഡലാണ്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങുക. അപ്പോൾ അവരെങ്ങനെ ഇരിക്കുന്നു, അല്ലെ ഇവർ യൂസ് ചെയ്ത് ഇവർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരത് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അങ്ങനെയല്ല കാണിക്കുക. ഓരോരോ പ്രൊഡക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നവർ അങ്ങനെയല്ല നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിച്ച് ഓരോ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഉള്ള ഒരാള് ഫേസ് ചെയ്യേണ്ട, പുറത്ത് പോകേണ്ടി വരും. ചിലപ്പോൾ എ സിക്കകത്തായിരിക്കില്ല. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് ഈ ഹെയർ കാരണം. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ലേസർ. അബ്രോഡിൽ 3-4 തവണ ലേസർ ചെയ്തിട്ടുണ്ട്. എന്നെ ഇവിടെ കാണാൻ വന്നപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആഡ് കണ്ടാണ്, ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആഡിൽ 5,000-6,000 സംതിങ് ഓഫർ ഉണ്ടെന്ന് ഫുൾ ബോഡി ഹെയർ റിമൂവലിന് കൊടുത്തിട്ടുണ്ട് ഇത് ലേസറിൻ്റെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്രത്തോളം കൂടുതൽ കൊടുക്കണോ, 5,000-6,000 രൂപയൊക്കെ ആവുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് 5,000-6,000 ഒക്കെ കുറവാണ്. അവിടുത്തെ ഇന്ത്യൻ മണി കണക്ക് കൂട്ടുമ്പോൾ 25,000-30,000 രൂപയ്ക്കാണ് പുള്ളി ഒരു സെഷൻ എടുക്കുന്നത്. ഇവിടെ 6,000 രൂപ എന്ന് പറയുമ്പോൾ വളരെയധികം കുറവാണ്, ചീപ്പാണ്. അപ്പോൾ പോയി എടുക്കാം. ഒരു സെഷൻ ഇവിടെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ഒരു 6-7 മാസത്തോളം പിന്നെ ഹെയർ ഗ്രോത്ത് വളരെ മിനിമലായിട്ട് ഉണ്ടാവുള്ളൂ, വളരെ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താ ഇവർ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. ലേസർ അറിയാം, ഈ മാർക്കൊക്കെ കളയുന്ന കേട്ടിട്ടുണ്ട്, ടാറ്റു ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു റെഡ് കളർ ലൈറ്റാന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ ഇവൻ എന്താണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തൊട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ മോശം, പറയാതിരിക്കാൻ പറ്റത്തില്ല, വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് അവിടെ ചെന്നിട്ട് ഉണ്ടായത്. വണ്ടി ഇങ്ങനെ പോകുന്നു. ഞങ്ങളിവിടുന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഊബർ സ്റ്റാർട്ട് ചെയ്തു. ചെന്നൈയിൽ നിന്ന് പുറത്താണ്, ആക്ച്വലി ചെന്നൈ ഡിസ്ട്രിക്റ്റിന് പുറത്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം യാത്ര ചെയ്യേണ്ടി വന്നു. കുറേയൊക്കെ ട്രാഫിക്കും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിജനമായ റോഡ്, ട്രാഫിക്കും ഇല്ല, വണ്ടികളും അധികമില്ല. ഒരു ഗ്രാമത്തിലേക്ക് പോവാണ് വണ്ടി. അവിടെ ചെന്ന് ഞാൻ ആലോചിച്ചു, ഇത്രയും ദൂരെ കൊണ്ടുപോകുന്നതാണോ, സിറ്റിക്കകത്താണല്ലോ സാധാരണ ഈ കാര്യങ്ങളൊക്കെ വെക്കുക, ഇതെന്തിനാണ് ഇത്രയും ദൂരെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അറിയില്ല, ചിലപ്പോൾ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് ഓഫറൊക്കെ തന്നെ, എന്തായാലും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഞങ്ങളുടെ ഡ്രോപ്പ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ നിർത്തി. ഇതാണ് ഡ്രോപ്പ് ലൊക്കേഷൻ, ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അറിയില്ല, 4 സൈഡും ഒരുപാട് ഫ്രൂട്ട്സ് കടയുണ്ട്, ചായക്കടയൊക്കെ ഉണ്ട്. ഏതാണ് ഇത് നമ്മുടെ ഈ ക്ലിനിക്കൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഞാൻ അതൊക്കെ ഓർത്തുകൊണ്ടാണ് പോയത്. ക്ലിനിക്കൊക്കെ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാം, ഒരു പ്രൊഫഷണൽസ് ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെന്താ ഈ ആഡൊക്കെ എടുക്കുന്നവർ ഷൂട്ട് ചെയ്യൂലേ, അതുപോലെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടാണ് പോയത്. പക്ഷേ
ബോർഡ് പോലും അവിടെ ഇല്ല. ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു ബോർഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് പോയി, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. എനിക്കെന്തോ ഒരു ക്ലിനിക്കിൻ്റെ ഒരു ലുക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് തന്നെ നെഗറ്റീവ് അടിച്ചു. ഞാൻ പറഞ്ഞു പോകാം, വേണ്ട നമുക്ക് പോകാം, ഇത്രയും പൈസയൊക്കെ കൊടുത്തെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഒരു ഉള്ളിലൊരു ഇത്, ഇത്രയും പൈസയല്ലേ ഉള്ളൂ, 6000 രൂപയല്ലേ ഉള്ളൂ, എടുത്തേക്കാം, അല്ല അവിടെ പോയാൽ അത്രയും പൈസ കൊടുക്കണ്ടേ, നോക്കാം, ചെയ്ത് നോക്കാം, പ്രൊസീജിയർ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊസീജിയർ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാന ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൊസീജിയറൊക്കെ. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ പ്രൊഫഷണലിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, ഡെർമറ്റോളജിസ്റ്റ് ആണോ എന്ന് എനിക്ക് യാതൊരു ഇപ്പം ഒരാളെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ചിലർ സ്പീഡിൽ ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ്ഡ് ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എന്നോട് അവൻ പറഞ്ഞത്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പേഴ്സണലി, അവൻ പറഞ്ഞിട്ടുള്ള അറിവാണ്. ഓരോ ഇതിലും ഇങ്ങനെ റൂട്ടിലും പോയിട്ട് ഈ ലൈറ്റ് പോയിട്ട് നമ്മുടെ സ്കിന്നിൽ ആഴ്ന്നിറങ്ങിയിട്ട് ആ റൂട്ടില്ലേ, ഹെയറിൻ്റെ റൂട്ടിന് കരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് പുതിയതായിട്ട് ഗ്രോ ചെയ്ത് വളർന്ന് വരാനായിട്ട് കുറേ താമസിക്കും. നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത്ര പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഷേവ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ വാക്സ് ചെയ്താൽ പോരെന്ന്. വാക്സ് ചെയ്യുന്ന പോലെ അല്ല ഇത് ഫുൾ റൂട്ടിനെ നമ്മൾ നശിപ്പിച്ച് കളയാണ്. ഇത് കുറേ സെഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹെയർ വരികയില്ല എന്ന് പറഞ്ഞു, ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ കുറേ ലേഡീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫേസിലൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. നോർമൽ, അതായത് അടുത്തുള്ളവരാണോ അതോ സിറ്റിക്കകത്തുനിന്ന് പോകുന്നവരാണോ എന്നറിയില്ല, ഒരുപാട് പേര് അവിടെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരാളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാർ കൂടിയതുകൊണ്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഫറൊക്കെ കൊടുത്തതുകൊണ്ടും വേഗം ചെയ്ത് വിട്ടതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ക്ലിനിക്കും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആളുടെ സർവീസും പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫ്രണ്ടാണെങ്കിലും ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തീർന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു. ഫുൾ ബോഡിയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കും പുറത്ത് ചെയ്യുമ്പോൾ. അവന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സാഡായിട്ട് തോന്നി. അത്രയും പൈസ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 7000 രൂപയോളം, പിന്നെ ഞങ്ങളുടെ വണ്ടിക്കൂലി ചിലവ് ഒരു ദിവസം ഫുള്ളും ഞങ്ങളുടെ രണ്ടുപേരുടെയും പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആഡൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് ഓഫറൊക്കെ കണ്ടിട്ട് ഒന്നിലും കൊണ്ട് തല വെക്കരുത്. 10 രൂപ കൂടിയാലും നല്ല കാര്യങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക, നല്ല സ്ഥലത്ത് പോവുക, റിവ്യൂസ് ചെക്ക് ചെയ്യുക. നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു കാര്യത്തെയും ചെയ്യാതിരിക്കുക. എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും പൈസ എനിക്ക് ഭയങ്കര, നമ്മൾ 1 രൂപ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. വെറുതെ കൊണ്ടുപോയി ഇതൊക്കെ കണ്ടിട്ട് ആഡൊക്കെ കണ്ടിട്ട് കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ക്ലിപ്പിങ്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. ഹലോ, അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു. ഭയങ്കര ഹെവി ട്രാഫിക്കായിരുന്നു. ചെന്നൈ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര സീൻ ഉണ്ടായിരുന്നില്ല. വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള റോഡും പച്ചപ്പും അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരുന്നു, നല്ല വൃത്തി ഉണ്ടായിരുന്നു. മെയിനായിട്ട് പറയാനാണ് വൃത്തി ഉണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെയൊക്കെ വണ്ടി ഒതുക്കിയിട്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഊബർ ആയതുകൊണ്ട് അവർ അതിനുള്ള സൗകര്യമൊന്നും നമുക്ക് ഒരുക്കി തരില്ലല്ലോ. അവർ പറഞ്ഞു വേഗം തന്നെ ട്രിപ്പ് ക്ലോസ് ചെയ്യണം, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ലേസറിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ആദ്യം നമ്മളുടെ ബോഡിയിലുള്ള ഫുള്ള് ഹെയർ അവർ ഷേവ് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മളോട് റെസ്റ്റ് എടുക്കാൻ പറയും. ഞങ്ങളന്നേരം ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ആ ഗ്രാമത്തിലുണ്ടായിരുന്നു ഗൈസ് ഒരു മലയാളീൻ്റെ ഷോപ്പായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ബോഡിയിൽ അൾട്രാസോണിക് ജെല്ല് തേച്ചിട്ടാണ് അവർ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അൾട്രാസോണിക് ജെല്ല് തേച്ചിട്ട് അവരുടെ മെഷീൻ, അവരുടെ എക്വിപ്മെൻറ്റിൽ നമ്മളുടെ ഏത് ബോഡിയുടെ പാർട്ടാണോ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ഈ ലൈറ്റിൻ്റെ വേഗതയും കാര്യങ്ങളൊക്കെ അവിടെ അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് കളർ ലൈറ്റായിരുന്നു, പക്ഷേ വീഡിയോയിൽ നമുക്ക് കാണുന്ന പിങ്ക് കളറാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്ര ഫാസ്റ്റായിട്ടാണ് അയാൾ ചെയ്യുന്നതെന്നുണ്ടോ. അതായത് പ്രോപ്പറായിട്ട് ഒരു സ്ഥലവും കവർ ചെയ്യുന്നില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ അണ്ടർ ആംസ് ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്, കാരണം അവിടുത്തെ സ്കിന്ന് നമ്മളെപ്പോഴും ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, വളരെ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, വളരെ വേസ്റ്റ് എക്സ്പീരിയൻസ്. 7000 രൂപ വെറുതെ പോയി എന്ന് പറയുക തന്നെ വേണം. അതിൻ്റെ ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മാളിൽ കയറിയായിരുന്നു. മാളിൽ കയറിയപ്പോഴത്തേക്കും ബുക്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് കയറി അവൻ എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു, തായ് ഫുഡും പിന്നെ ഫ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. അതിൽ ഒരു സെറ്റാണിത്. ഗോലി സോഡയും ബർഗറും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ ഗോലി സോഡ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗോലി സോഡ വാങ്ങി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിനൊന്ന് കയറി, സ്റ്റുഡിയോയിൽ കയറി. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3000 റുപ്പീസിൻ്റെ പർച്ചേസിങ് ആൾ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് തന്നടാ ദാണ്ടിയാന്ന് വിചാരിച്ച് ഞാൻ കുറേ സമയം അവിടെ നോക്കി നിന്നു. ദാണ്ടിയല്ല, ഇത് ഗർഭ എന്നാണ് ഡാൻസിൻ്റെ പേര്. എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ടിന് ഇതിനെക്കുറിച്ച് നല്ല അറിവാണ്. കുറേ ഇന്ത്യയിൽ നോർത്തിലൊക്കെ പോയി നിന്നിട്ടുണ്ട്, അപ്പോൾ ആർക്കറിയാം. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും എവിടെ ചെന്നാലും ഉയർത്തി കാണിക്കുക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർ അറിയണമെങ്കിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെൽ ഐക്കണും കൂടി അമർത്തുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.